ഇറങ്ങുകയാണ്. നെയ്യാറ്റിൻകര രാമചന്ദ്രൻ്റെ ഫ്രണ്ടിലാണ്. രാമചന്ദ്രൻ ഇങ്ങനെ അടഞ്ഞു കിടക്കുന്നത് അറിയാലോ, ഇന്ന് ബന്ദാണ്. നമ്മുടെ നെയ്യാറ്റിൻകര ഫുള്ള് ക്ലോസ്ഡ് ആണ് ഏകദേശം. വിഷ്ണു, അപ്പോൾ നമ്മൾ നെയ്യാറ്റിൻകര ദൃശ്യം ഒന്ന് കാണിച്ചു കൊടുക്കാം. പിന്നെ ഇവിടെ ഒരു പ്രൈവറ്റ് വെഹിക്കിൾസ് വിട്ട് വേറെ ഒരു വണ്ടികൾ ഇപ്പം നിരത്തിലില്ല. അപ്പോൾ നമ്മൾ എന്തായാലും KSRTC ബസ് സ്റ്റാൻഡ് കൂടെ നമുക്കൊന്ന് കാണിച്ചു തരാം. നമ്മളിപ്പോൾ KSRTC ബസ് സ്റ്റാൻഡിൻ്റെ അകത്താണ്. മാത്രമാണ് അങ്കിള് മാത്രം തുറന്നിരിപ്പുണ്ട് അല്ലേ ഞങ്ങളെ. KSRTC ബസ്സിൻ്റെ ഒരു ചായ കുടിച്ചിട്ടാവും അടുത്ത സീൻ. സാധാരണഗതിയിൽ നമ്മളെ പാസഞ്ചറൊക്കെ ഇരിക്കുന്ന സ്ഥലങ്ങളിൽ ഇപ്പം കണ്ടിട്ടുണ്ട്, അവരൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു ബസ് ഇപ്പം പോകുന്നില്ല, വർക്കിംഗ് അല്ല. ഇപ്പം നിലവിൽ നേരെ ഡിപ്പോയിൽ നിന്നും ഇപ്പം ബസ് സർവീസ് ഇല്ല. എല്ലാ ബസ്സും പാർക്കിംഗ് ആയതുകൊണ്ട് നമുക്ക് നമ്മളെ നേരെ ബസ് ഡിപ്പോയിൽ എത്ര ബസ് ഉണ്ടെന്ന് കറക്റ്റ് എണ്ണി തിട്ടപ്പെടുത്താൻ പറ്റും. വേണ്ട, അവിടെ ഫുള്ള് ബസ് ഒതുക്കിയിട്ടേക്കാണ്. എല്ലാ ബസ്സുകളും ഒതുക്കിയിട്ടേക്കുന്നത്. ഇപ്പം നിലവിൽ കുറച്ച് ഓട്ടോ സർവീസ് മാത്രമാണ് ഇപ്പോൾ ഓപ്പറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പം നേരെ ബസ് സ്റ്റാൻഡിൽ വരുന്ന ആൾക്കാർ കുറച്ച് സഹായമായിട്ട് ചില ഓട്ടോസ് മാത്രമാണ് ഇപ്പോൾ സപ്പോർട്ട് ഉള്ളത്. ഇത് നമ്മൾ നെയ്യാറ്റിൻകര ജംഗ്ഷൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ കാണുന്ന റോഡ് പോലെയല്ല ഇപ്പം. ഇപ്പോൾ ആളൊന്നും ഇല്ലാത്ത റോഡായതുകൊണ്ട് നല്ല വ്യത്യാസമുണ്ട്. വിഷ്ണു, ഹർത്താലായിട്ട് പെട്രോൾ അടിക്കാൻ അവിടെ വരേണ്ട വന്ന്, ഗ്രാമം വരെ വരേണ്ട വന്ന്. അതെ, നിലവിൽ ഒരു പെട്രോൾ പമ്പും വലിയ വർക്കിംഗ് ഒന്നുമല്ല. നമ്മൾ പമ്പ് നമ്മളെ ഗ്രാമമാണ് ഇപ്പം നിലവിൽ വർക്കിംഗ്, ചെറിയ വർക്കിംഗ് ഉള്ള ഈ പമ്പ് മാത്രമാണ്. ബാക്കി ഏകദേശം എല്ലാ പമ്പും നോൺ വർക്കിംഗ് ആണ്. അതിൻ്റെ ചില കാര്യങ്ങൾ നമ്മൾ റോട്ടിൽ ഇറങ്ങിയാലും നേരിട്ട് അറിയാൻ പറ്റും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യാൻ കാരണം. നമ്മൾ സമരം നടക്കുമ്പോൾ നമ്മൾ ഏകദേശം എല്ലാവരും വീട്ടിലായിരിക്കും. പക്ഷേ റോട്ടിൽ എന്താണ് നടക്കുന്നത്, നമ്മളെ ഏരിയ എന്താണ് നടക്കുന്നത്, നമ്മൾ അറിയില്ല. അത് കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. കണ്ടുകൊണ്ടിരിക്കുന്നത് ആലിമൂട് ജംഗ്ഷനാണ്. ആലിമൂട് ജംഗ്ഷൻ എപ്പോഴും തിരക്കുള്ള ഒരു റോഡാണ്. അപ്പോൾ ഈ ഒരു സമരം ഒരു നല്ലൊരു ശതമാനം സക്സസ് റേറ്റ് എന്ന് പറയാം. ഓക്കെ, നമ്മളിപ്പോൾ നിൽക്കുന്നത് നെയ്യാറ്റിൻകര TV ജംഗ്ഷനിലാണ്. നമ്മളിപ്പോൾ ഉള്ളത് നമ്മുടെ TV ജംഗ്ഷൻ ചന്തയ്ക്ക് അകത്താണ്. ഇവിടെ കുറച്ച് കച്ചവടക്കാരൊക്കെ ഉണ്ട് കേട്ടോ. വഴിയിൽ കുറച്ച് കച്ചവടക്കാരൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ കടകളെല്ലാം അടച്ചിട്ടുണ്ട്. ഇപ്പോൾ ഉള്ളത് ഇപ്പോൾ ചന്തയിൽ അതും കുറച്ച് പേര് അത് അടയ്ക്കുമല്ലേ. ഏകദേശം കുറച്ച് ആവശ്യമുള്ള സാധനങ്ങൾ മാത്രമേ ഇപ്പോൾ നിലവിലുള്ളൂ. 1-2 പമ്പുകളൊക്കെ ഉള്ളൂ അല്ലേ. ഇപ്പോൾ ഉള്ളത് നെയ്യാറ്റിൻകര ആശുപത്രി, ജനറൽ ആശുപത്രിയുടെ ഫ്രണ്ടിലാണ് കേട്ടോ. ആശുപത്രിയിലെ അടുത്തുള്ള കടകൾ ഏകദേശം ആവശ്യമുള്ള കടകൾ, മെഡിക്കൽ സ്റ്റോറും അതിൽ ടെസ്റ്റിംഗ് സെൻറ്ററും, അതായത് എല്ലാ കടകളും ഇപ്പോൾ ഓണാണ്. ഇപ്പോൾ വട കടയിൽ നമുക്ക് ചായ കുടിക്കാം അല്ലേ വിഷ്ണു? പിന്നെന്ത്, KSRTCയുടെ കപ്പ്, നോ ബിൽ, ഫുഡ് ഈസ് ഫ്രീ. യാത്രക്കാർക്ക് ചെറിയ ആശ്വാസം എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ ചെറുകടകളാണ്. ചായയും കടിയും അതുപോലെ ജ്യൂസും അതോ സംഭവങ്ങളാണ് അവർക്ക് ഏക ആശ്വാസം ഈ ഒരു ഹർത്താൽ സമയത്ത്. വിഷ്ണു, ഇപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ജിഷ്ണുവിനോടൊപ്പം ഞാൻ നിങ്ങൾ സ്വന്തം അന്വേഷിച്ച് അടുത്ത വീഡിയോ അപ്പോഴത്തേക്ക് ടാറ്റാ ബൈ ബൈ.